എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചു. പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ക്രഷ്ഡ് മുളക്, വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് ഒരു 3 ഇടാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, ഞാൻ ഈ മുളക് ചതച്ചതാണ് ഇട്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് ഇടാം. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്തൊക്കെ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ, കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരെ മാത്രം നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പച്ചമണം മാറിയതിന് ശേഷം 2 പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ. അപ്പോൾ 2 പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. രാവിലെ നമുക്ക് ഇഡ്ഡലിക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ തക്കാളി ചട്നി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഞാൻ ഒരു ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയിലിട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയൊക്കെ ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം, കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കത് മാറ്റി വെച്ച് അത് തണുത്തറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട്, ഒരുപാട് അരച്ച് കൊടുക്കേണ്ട, ചതച്ചെടുക്കാൻ പാടുള്ളൂ. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പാലക്കാടൻ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. വളരെ ടേസ്റ്റാണ്. ഇഡ്ഡലിക്കും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്കും ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ല ഇഡ്ഡലിയോട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ തക്കാളി ചട്നി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശയ്ക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ ഒപ്പം ഇത് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.